ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ യൂറോപ്യൻ ട്രാൻസിഷൻ എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച്, മാറ്റം അല്ലേ? അപ്പോൾ യൂറോപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹഗിയ സോഫിയ, അതിൻ്റെ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദിസ് ഈസ് ഹഗിയ സോഫിയ, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മോണുമെൻറ്റ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. അതായത് ലോകത്തിലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ സ്മാരകങ്ങൾ. മോണുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ സ്മാരകങ്ങളിൽ ഒന്നാണ് ഹഗിയ സോഫിയ. ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്, നിർമ്മിച്ചിരിക്കുന്നത് 6th സെഞ്ച്വറി AD ഇപ്പോൾ ഇത് ടർക്കിയിലെ ഒരു ചരിത്ര മ്യൂസിയം ആയിട്ടാണ് ഇത് സംരക്ഷിച്ചു വരുന്നത്. പ്രിസർവ് എന്ന് പറയുമ്പോൾ സംരക്ഷിക്കുക. ഇറ്റ് ഈസ് ദ എപ്പിറ്റമി ഓഫ് ദ agricultural splendors of Constantinople, a city rich in historical monuments. അതായത് ഇതെന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ വാസ്തുവിദ്യ വൈഭവത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് എന്ന് പറയാം. എപ്പിറ്റോമി എന്ന് പറയുമ്പോൾ ഒരു ഉത്തമ ഉദാഹരണം, മാതൃക എന്നൊക്കെ പറയും. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എങ്ങനെയാണെന്നാ പറയുന്നത്? എ സിറ്റി റിച്ച് ഇൻ ഹിസ്റ്റോറിക്കൽ മോണുമെന്റ്സ്, അതായത് കുറേ അധികം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്മാരകങ്ങളുള്ള സിറ്റിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഡു യു നോ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്? അതായത് ലോക ചരിത്രത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിന് ഉള്ള ഇമ്പോർട്ടൻസ്, പ്രാധാന്യം നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേറ്റ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ ദ മാപ്പ്. മാപ്പിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ്? ഇവിടെ ആയിട്ടാണ് അല്ലേ? കോൺസ്റ്റാന്റിനോപ്പിൾ, the erstwhile capital of the Eastern Roman Empire, has a unique place in the history of the world. അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് erstwhile capital, അതായത് erstwhile എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റൽ ആയിരുന്നു, തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതിന് ചരിത്രത്തിൽ ഒരു പ്രധാന യുണീക്ക് പ്ലേസ് ഉണ്ട് എന്നാണ് പറയുന്നത്. യുണീക്ക് പ്ലേസ് ഉണ്ടാവണമെങ്കിൽ അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ? സെൻറ്റർ ഓഫ് നോളജ്, അറിവിൻ്റെ കേന്ദ്രമായിരുന്നു. അബോർഡ് ഓഫ് സ്കോളേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ. ആൻഡ് ട്രഷർ ട്രോവ് ഓഫ് സ്കോളാർലി ടെക്സ്റ്റ്, അതായത് സ്കോളാർലി ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ പണ്ഡിത ഗ്രന്ഥങ്ങൾ. ട്രഷർ ട്രോവ് എന്ന് പറയുമ്പോൾ നിധിശേഖരം, അതായത് ഈ പുസ്തകങ്ങളൊക്കെ ഒരു നിധിയായിട്ടാണ് കണക്കാക്കുന്നത്. അത്രയ്ക്കും അമൂല്യമാണ് ഇവ. അപ്പോൾ ഇവയുടെയൊക്കെ കേന്ദ്രമായിരുന്നു, പണ്ഡിതന്മാരുടെയും പണ്ഡിത ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഗേറ്റ് വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്, ഒരു പ്രവേശന കവാടമായിരുന്നു. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രി പോയിന്റ് ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. When the Turks conquered Constantinople in 1453, it resulted in the fall of the centuries-old Eastern Roman Empire. ടർക്സ് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ അവിടെ അവസാനിച്ചത് എന്താണ്? നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈസ്റ്റേൺ റോമൻ എംപയറുടെ ഫോൾ ആണ് ഉണ്ടായത്, അതായത് തകർച്ച. കോൺസിക്വൻ്റ്ലി സ്കോളേഴ്സ്, അതായത് പണ്ഡിതന്മാർ, ആർട്ടിസ്റ്റ് കലാകാരന്മാർ, ആൻഡ് റൈറ്റേഴ്സ് ഫ്ലഡ് ഫ്രം കോൺസ്റ്റാന്റിനോപ്പിൾ ടു നിയർ ബൈ ഏരിയാസ് ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്കോളേഴ്സ്, ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ് ഇവരൊക്കെ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും വേറെ നിയർ ബൈ ഏരിയാസിലേക്ക്, സമീപ പ്രദേശങ്ങളിലേക്ക് പോയി, ഫ്ലഡ് ചെയ്തു, അതായത് കുറേ പേര് പോയി. മെനി ഓഫ് ദം മൈഗ്രേറ്റഡ് ടു ഇറ്റലി, കുറേ പേരൊക്കെ എന്താണ് ചെയ്തത്? ഇറ്റലിയിലേക്കാണ് പോയത്. മൈഗ്രേറ്റ് ചെയ്യുക പറഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് താമസം തന്നെ മാറ്റുന്നത്. അങ്ങനെ കുറേ പേര് മൈഗ്രേറ്റഡ് ആയി. എവിടേക്കാണ് കുറേ പേര് പോയത്? ഇറ്റലിയിലേക്കാണ് പോയത്. എന്തുകൊണ്ടാണ് ഇറ്റലിയിലേക്ക് മൈഗ്രേറ്റ് ആയത് എന്ന് നോക്കാം. ഇറ്റലി വാസ് എ കൺട്രി ദാറ്റ് അപ്ഹെൽഡ് ദ റിച്ച് ഗ്രീക്കോ-റോമൻ ട്രഡീഷൻസ്. അപ്പോൾ ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നു ഇറ്റലിക്കാർ. The rich Italian traders were the patrons of art, literature and culture. അതായത് ഇറ്റലിയിലുള്ള സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യം, അതുപോലെ കൾച്ചർ ഇവയൊക്കെ സംരക്ഷിക്കുന്നവരായിരുന്നു, ഇവയിലൊക്കെ താല്പര്യമുള്ളവരായിരുന്നു.
These traders were keen to preserve the historical and cultural heritage. അപ്പോൾ ഈ ട്രേഡേഴ്സ് ചരിത്രപരമായിട്ടും കൾച്ചറപരമായിട്ടുമുള്ള പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരായിരുന്നു. Hence the Italian cities furthered thinking and encouraged the spirit of learning among the immigrant scholars. അതുകൊണ്ട് തന്നെ സിറ്റീസ് എന്ത് ചെയ്തു? ഇമിഗ്രന്റ് സ്കോളേഴ്സിനെ, അതായത് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും വന്നിട്ടുള്ള സ്കോളേഴ്സ്, പണ്ഡിതന്മാരെ തിങ്ക് ചെയ്യാനും പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനും ഒക്കെ പ്രോത്സാഹിപ്പിച്ചു. By the end of 13th century, 13ാമത്തെ സെഞ്ചുറിയുടെ അവസാനമാവുമ്പോൾ the Renaissance, which began in Italy, flourished and spread to other nations. അപ്പം 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് റിനേസൻസ് എല്ലാവിടേക്കും സ്പ്രെഡ് ആവാൻ, അതായത് വ്യാപിക്കാനും അതുപോലെ ഫ്ലറിഷ് ആവാനും, അതായത് വളരാനും തുടങ്ങിയത്. ദ റിനേസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം, അതായത് പുതിയ കാര്യങ്ങളിലേക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയാം. ദ ഫൈൻ ആർട്സ്, literature and history in the medieval period were centered on religious ideology. അതായത് പണ്ടുണ്ടായിരുന്ന ആർട്സ്, ലിറ്ററേച്ചർ, ഹിസ്റ്ററി ഇവയെല്ലാം മതപരമായിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരുന്നു. അതായത് ഇവയിലെല്ലാം മതപരമായിട്ടുള്ള ആശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ദ ടെക്സ്റ്റ് വേർ ഇൻവേരിയബിളി റിട്ടേൺ ഇൻ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ആസ് ദീസ് ലാംഗ്വേജസ് വേർ കൺസിഡേർഡ് എലൈറ്റ് ആൻഡ് സ്കോളർലി. അതായത് ഈ കൃതികളൊക്കെ, പണ്ടത്തെ കൃതികളൊക്കെ എഴുതിയിരുന്നത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷയിലായിരുന്നു. കാരണം ആ ഭാഷയായിരുന്നു അവർ പണ്ഡിത ഭാഷയായിട്ട്, അതായത് പണ്ട് മുതലേ ഉള്ള അവരുടെ ഭാഷയായിട്ട് കൺസിഡർ ചെയ്തത് ഈ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ഭാഷകളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെഴുതിയിരുന്ന ടെക്സ്റ്റിലെല്ലാം ഈ ഭാഷയായിരുന്നു ഉണ്ടായിരുന്നത്. By the dawn of the 13th century, Latin and Greek gave way to regional languages like English, Spanish and French. പിന്നീട് 13th സെഞ്ചുറിൻ്റെ എൻഡിൽ ലാറ്റിൻ, ഗ്രീക്കിന് പകരം പ്രാദേശിക ഭാഷകളായിട്ടുള്ള റീജിയണൽ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ പ്രാദേശിക ഭാഷകൾ, അതായത് കൂടുതൽ പേര് യൂസ് ചെയ്യുന്ന ഭാഷകളായിട്ടുള്ള ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് ഈ ഭാഷകളിലേക്ക് മാറാനായിട്ട് തുടങ്ങി. ദ റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരിയഡ് അഡോപ്റ്റഡ് ദ ലൈഫ് ഓഫ് ദ കോമൺ മാൻ ആസ് ദ സെൻട്രൽ തീം ഓഫ് ദെയർ വർക്ക്സ്. അപ്പോൾ ആ സമയത്തുള്ള എഴുത്തുകാർ അവരുടെ എഴുത്തിലെ തീം എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതമാക്കി എടുക്കാനായിട്ട് തുടങ്ങി. ആദ്യം എങ്ങനെയായിരുന്നു? റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മതപരമായിട്ടുള്ള ആശയങ്ങളായിരുന്നു എല്ലാത്തിലും കൊണ്ടുവന്നിരുന്നത്. എന്നാൽ പിന്നീട് അവർ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതമാണ് എല്ലാത്തിലും ആശയമായിട്ട് എടുത്ത് എഴുതാൻ തുടങ്ങിയത്. The literature of this period was no longer confined to religion and philosophy, but gave way to themes that depicted diverse aspects of human life. ആ കാലഘട്ടത്തിലെ ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുന്നത് റിലീജിയനിലും ഫിലോസഫിയിലും മാത്രം ഒതുങ്ങി നിന്നില്ല, but it gave way to themes that depicted diverse aspects of human life. മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ആസ്പെക്ട്സ്, അതായത് എല്ലാ ഭാഗങ്ങൾ, എല്ലാ മേഖലകളിലുമുള്ള വൈവിധ്യമാർന്ന കാര്യങ്ങളെ ഡിപ്പിക്റ്റ് ചെയ്യുന്ന ആശയങ്ങളാക്കി കൊണ്ടുവരാനായിട്ട് തുടങ്ങി. Similar changes occurred in other art forms like painting and sculpture. അപ്പോൾ ലിറ്ററേച്ചറിൽ മാത്രമല്ല ആർട്ട് ഫോംസ് ആയിട്ടുള്ള പെയിൻറ്റിങ് ആൻഡ് സ്കൾപ്ചർ എന്ന് പറയുമ്പോൾ ശില്പവിദ്യ, അതായത് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ അത്. അപ്പോൾ ഈ കാര്യങ്ങളിലും വന്നു. This vision, primarily concerned with the various aspects of human life, is known as humanism. അതായത് ഈ ഒരു കാഴ്ചപ്പാട് എല്ലാ കാര്യത്തെയും മതപരമായി മാത്രം കാണാതെ മനുഷ്യ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി കാണുകയും കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാഴ്ചപ്പാടിനെയാണ് എന്ത് പറയുന്നത്? ഹ്യൂമനിസം എന്ന് പറയുന്നത്. The new spirit of humanism inspired unique thoughts on the universe and human life. അപ്പോൾ ഈ ഒരു ഹ്യൂമനിസം എന്ന് പറയുന്നത് കുറേയധികം പുതിയ ചിന്തകളെയും അതുപോലെ പുതിയ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ഹ്യൂമൻ ലൈഫ്, മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാമുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയി. It promoted reasoning and the spirit of enquiry. റീസണിങ്ങിനെയും, അതായത് ഏതൊരു കാര്യത്തിൻ്റെ പിന്നിലുള്ള
കറക്റ്റ് ആയിട്ടുള്ള ലോജിക്കും അതുപോലെ സ്പിരിറ്റ് ഓഫ് എൻക്വയറി എന്ന് പറയുമ്പോൾ അന്വേഷിക്കുക, പുതിയ കാര്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ആഗ്രഹവും ഇത് പ്രൊമോട്ട് ചെയ്തു. Consequently, a new awakening in all spheres of human life became visible in Europe and it is known as the Renaissance. അതായത് പിന്നീട് ന്യൂ അവേക്കനിങ്, അതായത് പുതിയൊരു ഉണർവ് എല്ലാ ഭാഗത്തും, മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും വിസിബിൾ ആവാൻ തുടങ്ങി, കാണാനായിട്ട് തുടങ്ങി യൂറോപ്പിൽ. ഇറ്റ് ഈസ് നോൺ ആസ് ദ റിനേസൻസ്. ഈ ഒരു പുതിയ ഉണർവിനെയാണ് എന്ത് പറയുന്നത്, നവോത്ഥാനം എന്ന് പറയുന്നത്. വാട്ട് വേർ ദ സിറ്റുവേഷൻസ് ദാറ്റ് ഹെൽപ്ഡ് ഇൻ ഡെവലപ്പിംഗ് ഹ്യൂമനിസം ഇൻ യൂറോപ്പ്? യൂറോപ്പിൽ ഹ്യൂമനിസം ഡെവലപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയായിരുന്നു നമ്മൾ കണ്ടു. ആദ്യം ആർട്സ്, ലിറ്ററേച്ചർ, ഹിസ്റ്ററി, ഇവയിലൊക്കെ റിലീജിയസ് ആയിട്ടുള്ള ആശയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ടെക്സ്റ്റും ഗ്രീക്ക്, ലാറ്റിൻ തുടങ്ങിയ പണ്ഡിത ഭാഷകളിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 13th സെഞ്ച്വറിയിലെ എൻഡിൽ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് മാറി എന്ത് വന്നു, റീജിയണൽ ലാംഗ്വേജസ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയവ വന്നു. ഇത് വെച്ചിട്ട് കോമൺ മാൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തി ഈ ഭാഷകളിൽ റൈറ്റേഴ്സ് എഴുതാനും തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് ഹ്യൂമനിസം ഡെവലപ്പ് ആവാനായിട്ടുള്ള സിറ്റുവേഷൻസ്. Similar changes occurred in other art forms like painting and sculpture. ചിത്രകലയിലും ശില്പകല, സ്കൾപ്ചറിലും എല്ലാം ഈ ചേഞ്ചസ് വന്നു. ഈ സിറ്റുവേഷൻസ് ഒക്കെയാണ് ഹ്യൂമനിസം ഡെവലപ്പ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ദ ന്യൂ സ്പിരിറ്റ് ഓഫ് ഹ്യൂമനിസം ഇൻസ്പയർഡ് യുണീക്ക് തോട്ട്സ് ഓൺ ദ യൂണിവേഴ്സ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുമെല്ലാമുള്ള പുതിയ തോട്ട്സിന് ഇത് ഇൻസ്പയറായി, പുതിയ തോട്ട്സ്, ചിന്തകൾ കൊണ്ടുവരാനായിട്ട് ഇത് ഇൻസ്പയറായി. ഇറ്റ് പ്രൊമോട്ടഡ് റീസണിങ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് എൻക്വയറി. റീസണിങ്ങിനെയും സ്പിരിയെയും അത് പ്രൊമോട്ട് ചെയ്തു. Consequently, a new awakening in all spheres of human life became visible in Europe. പിന്നീട് എന്തുണ്ടായി, ഒരു പുതിയ ഉണർവ്, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ചിന്തകൾ പോകാനുള്ള ഒരു കാഴ്ചപ്പാട് ഉള്ള ഒരു പുതിയ ഉണർവ് ഉണ്ടായി, യൂറോപ്പിൽ വിസിബിളായിട്ട് കാണാൻ തുടങ്ങി. Now let us examine how the Renaissance influenced the different spheres of social life. നമുക്ക് റിനേസൻസ് ബാക്കി എല്ലാ മേഖലകളിലും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. റിനേസൻസ് ഇൻ ലിറ്ററേച്ചർ, സാഹിത്യത്തിൽ റിനേസൻസ് എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. പെട്രാർക്ക് വാസ് വൺ ഓഫ് ദ എമിനൻറ്റ് റൈറ്റർ ഓഫ് ദ റിനേസൻസ് പീരിയഡ്. അപ്പോൾ റിനേസൻസ് പീരിയഡിലെ നവോത്ഥാന കാലഘട്ടത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ആര്, പെട്രാർക്ക്. ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് റിനേസൻസ്. അപ്പോൾ ഇദ്ദേഹമാണ് റിനേസൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ദ മാഗ്നം ഒപ്പസ് ഓഫ് പെട്രാർക്ക് ഈസ് സീക്രട്ടം. അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിലൊന്നാണ് സീക്രട്ടം. ഇവിടെ കുറച്ച് റിനേസൻസ് റൈറ്റേഴ്സിനെയും അവരുടെ വർക്ക്സും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ടേബിളിൽ എഴുതിയിട്ട് ഫില്ല് ചെയ്യാം. പെട്രാർക്കിൻ്റെ വർക്ക് ഏതായിരുന്നു? സീക്രട്ടം. ദാന്തെ ദ ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ ദ ഡെക്കാമറോൺ, സെർവാന്തെ ഡോൺ ക്യുക്സോട്ട്, റാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റൈറ്റേഴ്സും അവരുടെ വർക്ക്സും. റിനേസൻസ് ഇൻ ആർട്സ്. ഇനി ആർട്സിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയിരുന്നത് എന്ന് നോക്കാം. ദ റിനേസൻസ് സ്പിരിറ്റ് വാസ് മോസ്റ്റ് പ്രൊനൗൺസ്ഡ് ഇൻ പെയിൻറ്റിങ്. റിനേസൻസ് ആർട്സിൽ ശ്രദ്ധേയമായത് പെയിൻറ്റിംഗ് ആയിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റ് പെയിൻറ്റേഴ്സ് ഓഫ് ദ പീരിയഡ്. ലിയനാർഡോ ഡാവിഞ്ചി ആയിരുന്നു അക്കാലത്തെ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റർ. ദ മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ ആർ ഹിസ് ഫേമസ് പെയിൻറ്റിങ്സ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിത്രകലയാണ് ഏതൊക്കെ? മൊണാലിസ ആൻഡ് ദ ലാസ്റ്റ് സപ്പർ. ഇവിടെ മൊണാലിസയുടെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ദ മൊണാലിസ ഈസ് എ ഫേമസ് പെയിൻറ്റിംഗ് ഓഫ് ദ റിനേസൻസ് പീരിയഡ്. നവോത്ഥാന കാലത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് മൊണാലിസ. ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, ദ മിസ്റ്റീരിയസ് സ്മൈൽ ഓഫ് മൊണാലിസ has led to much discussions and debates. ഒരു മൊണാലിസയുടെ മുഖത്തുള്ള ഒരു നിഗൂഢമായ ചിരിയുണ്ട്, ഡിസ്കഷൻസിനും ഡിബേറ്റ്സ്, തർക്കങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചി, വൺ ഓഫ് ദ ഫേമസ് ആർട്ടിസ്റ്റ് ഓഫ് ദ റിനേസൻസ് പീരിയഡ്, completed the painting between AD 1503 and AD 1505. It is preserved in the Paris Museum.
അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത വർഷമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? പാരീസ് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് പെയിൻറ്റേഴ്സും അവരുടെ പെയിൻറ്റിങ്സും കൊടുത്തിട്ടുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ദ ലാസ്റ്റ് സപ്പർ, മൈക്കൽ ഏഞ്ചലോ ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ്, റാഫേൽ ദ സ്കൂൾ ഓഫ് ആഥൻസ്. എക്സലൻസ് ഇൻ ആർട്ട് വാസ് നോട്ട് ലിമിറ്റഡ് ടു പെയിൻറ്റിങ്. അതായത് പെയിൻറ്റിങ്ങിൽ മാത്രമായിരുന്നില്ല ആർട്സിൻ്റെ എക്സലൻസ് എന്ന് പറയുന്നത്. ഇൻ കോഴ്സ് ഓഫ് ടൈം സബ്ലൈം വർക്ക്സ് വേർ ക്രിയേറ്റഡ് ഇൻ ദ ഫീൽഡ്സ് ഓഫ് ആർക്കിടെക്ചർ, സ്കൾപ്ചർ ആൻഡ് മ്യൂസിക്. അപ്പോൾ ഈ സമയത്ത് ശില്പവിദ്യയിലും വാസ്തുവിദ്യയിലും മ്യൂസിക്കിലുമെല്ലാം എക്സലൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രധാനപ്പെട്ട സ്കൾപ്ചേഴ്സ്, അതായത് ശില്പങ്ങൾ ഉണ്ടാക്കുന്നവരെയും ആർക്കിടെക്ട്സ് വാസ്തുവിദ്യയിൽ ചെയ്യുന്നവരെയും കൊടുത്തിട്ടുണ്ട്. അവരുടെ വർക്ക്സും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇത് ഫില്ല് ചെയ്യാം. ആർട്ടിസ്റ്റ് ഫസ്റ്റ് ഏതാണ്? ലോറൻസോ ഗിബർട്ടി. ഇദ്ദേഹം എന്താണ് ചെയ്തത്? ദ ഡോർ ഓഫ് ദ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററി. അപ്പോൾ ഫ്ലോറൻസ് ബാപ്റ്റിസ്റ്ററിയുടെ ഡോറ് ഇദ്ദേഹമാണ് ചെയ്തത്. ആർക്കിടെക്ചറിലാണ് ഇത് വരിക, വാസ്തുവിദ്യ. നെക്സ്റ്റോ ഡൊനാറ്റല്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കൾപ്ചറാണ് ഗറ്റാമലേറ്റ സ്കൾപ്ചറാണ് ഇത് വരിക. ലിയനാർഡോ ഡാവിഞ്ചി അദ്ദേഹത്തിൻ്റെ മൊണാലിസ പെയിൻറ്റിംഗ് ആണ്. അതുപോലെ ലിയനാർഡോ ഡാവിഞ്ചിയുടെ ദ ലാസ്റ്റ് സപ്പർ പെയിൻറ്റിംഗ് ആണ്. പിന്നെയോ മൈക്കൽ ആഞ്ചലോ ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് പെയിൻറ്റിംഗ് ആണ്. പിന്നെ റാഫേൽ ദ സ്കൂൾ ഓഫ് ആഥൻസ് പെയിൻറ്റിംഗ് ആണ്. റിനൈസൻസ് ഇൻ സയൻസ്. ഇനി ശാസ്ത്രത്തിൽ എങ്ങനെയാണ് റിനൈസൻസ് സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. യു ഹാവ് ലേൺഡ് ദാറ്റ് ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സോളാർ സിസ്റ്റം ആൻഡ് ഓൾ പ്ലാനറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ എർത്ത് റിവോൾവ് അറൗണ്ട് ഇറ്റ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂര്യനാണ് സിസ്റ്റത്തിൻ്റെ കേന്ദ്രമെന്നും ഭൂമി ഉൾപ്പെടെയുള്ള മറ്റ് പ്ലാനറ്റ്സ് സൂര്യന് ചുറ്റും കറങ്ങും എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹാവിൻ യു? But formerly it was believed that the earth was the center of the universe. പക്ഷേ പണ്ട് കാലങ്ങളിൽ വിശ്വസിച്ചിരുന്നത് ഭൂമിയാണ് സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ്. ഇൻ ദ റിനൈസൻസ് പീരിയഡ് ദിസ് ബിലീഫ് വാസ് പ്രൂവൺ ഫോൾസ്. നവോത്ഥാന കാലത്ത് ഈ ഒരു വിശ്വാസം തെറ്റാണെന്ന് തെളിയിച്ചു. അതായത് ഭൂമിയാണ് സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്നായിരുന്നു ഇവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഈ വിശ്വാസം തെറ്റാണ് എന്ന് റിനൈസൻസ് പീരിയഡിൽ പ്രൂവ് ചെയ്തു. ഫോൾസ് എന്ന് പറഞ്ഞാൽ തെറ്റ്. കോപ്പർനിക്കസ് പ്രൊപ്പൗണ്ടഡ് ദ തിയറി ഓഫ് ദ സോളാർ സിസ്റ്റം ആൻഡ് അനൗൺസ്ഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അതായത് കോപ്പർനിക്കസ് ആണ് ആദ്യം ഇത് പറഞ്ഞത്. സോളാർ സിസ്റ്റത്തിന്റെ തിയറി ആവിഷ്കരിച്ചു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു സൂര്യന് ചുറ്റുമാണ് എർത്ത് കറങ്ങുന്നതെന്ന്. ലേറ്റർ ഗലീലിയോ ഗലീലി ഇൻവെന്റഡ് ദ ടെലിസ്കോപ്പ് ആൻഡ് യൂസിങ് ഇറ്റ് ഹി സയന്റിഫിക്കലി പ്രൂവ്ഡ് ദാറ്റ് ദ തിയറി പുട്ട് ഫോർവേഡ് ബൈ കോപ്പർനിക്കസ് വാസ് ട്രൂ. അപ്പോൾ ഗലീലിയോ ഗലീലി പിന്നീട് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇത് വെച്ചിട്ട് ശാസ്ത്രീയമായി അദ്ദേഹം തെളിയിച്ചു കോപ്പർനിക്കസ് പറഞ്ഞത് ശരിയാണെന്ന്. It became easier to propagate the Renaissance ideas widely among the masses with the invention of the printing press by Gutenberg. ഗുട്ടൻബർഗ് കണ്ടുപിടിച്ച പ്രിന്റിംഗ് പ്രസ്, അതായത് അച്ചടി യന്ത്രത്തിന്റെ സഹായത്തോടെ റിനൈസൻസിലെ പുതിയ ആശയങ്ങളും ഐഡിയാസ് എല്ലാം വലിയ കൂട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഗലീലിയോയുടെ ടെലിസ്കോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുട്ടൻബർഗിന്റെ പ്രിന്റിംഗ് പ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സ്റ്റോറി ഓഫ് പ്രിന്റിംഗ്. ഇനി ഈ അച്ചടിയുടെ കഥ എന്താണെന്ന് നോക്കാം. ദ പ്രിന്റിംഗ് പ്രസ് വാസ് ഇൻവെന്റഡ് ബൈ ദ ജർമ്മൻ ബ്ലാക്ക് സ്മിത്ത് ജോഹന്നസ് ഗുട്ടൻബർഗ് ഇൻ 1439. അപ്പോൾ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിരുന്നു ജോഹന്നസ് ഗുട്ടൻബർഗ്. അദ്ദേഹം 1439 ഇത് കണ്ടുപിടിച്ചത്. ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് റീപ്ലേസബിൾ വുഡൻ ആൽഫബറ്റ്സ്. അപ്പം മാറ്റാൻ പറ്റുന്ന മരം കൊണ്ടുണ്ടാക്കിയ ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് ക്രിയേറ്റഡ് എ ന്യൂ റീഡിംഗ് കൾച്ചർ. അപ്പം ഇങ്ങനെ പ്രിന്റിംഗ്, അതായത് അച്ചടി കണ്ടുപിടിച്ചതോടെ വായിക്കുന്നതിൻ്റെ ഒരു പുതിയ കൾച്ചർ വന്നു. ദിസ് റിസൾട്ടഡ് ഇൻ റെവല്യൂഷണറി ചേഞ്ചസ് ഇൻ ദ ഡിഫ്യൂഷൻ ഓഫ് നോളജ്. ഇതിൻ്റെ കേന്ദ്രത്തിലേക്ക് ഒരു പുതിയൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സൃഷ്ടിച്ചു. ഗ്രാജുവലി ദ ടെക്നോളജി സ്പ്രെഡ് ടു അതർ കോണ്ടിനെൻറ്റ്സ്. അങ്ങനെ ഈ ടെക്നോളജി അടുത്തുള്ള വേറെ കോണ്ടിനെൻറ്റ്സിലേക്കൊക്കെ
വ്യാപിച്ചു. ഡിസ്കസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ റിനേസൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. സയൻസിൻ്റെ ഫീൽഡിൽ റിനേസൻസ് എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതി നോക്കാം. Formerly, it was believed that the earth was the center of the universe. In the Renaissance period, this belief was proven false. അതായത് ആദ്യം എർത്ത് ആണ് സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് റിനേസൻസ് കാലത്താണ് അത് ഫാൾസ് ആണ് എന്ന് പ്രൂവ് ചെയ്തത്. കോപ്പർനിക്കസ് ആയിരുന്നു ആദ്യം ദ തിയറി ഓഫ് ദ സോളാർ സിസ്റ്റം ആവിഷ്കരിച്ചതും എർത്ത് ആണ് സൂര്യന് ചുറ്റും കറങ്ങുന്നതെന്ന് പറഞ്ഞതും. പിന്നീട് ഗലീലിയോ ഗലീലി എന്ത് ചെയ്തു, ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു. അതിലൂടെ സയൻറ്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തു കോപ്പർനിക്കസ് പറഞ്ഞത് ശരിയാണ്. നെക്സ്റ്റ് വന്ന ഒരു കണ്ടുപിടുത്തമായിരുന്നു പ്രിന്റിംഗ് പ്രസ്. റിനേസൻസ് ഐഡിയാസ് കുറേയധികം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ഈ ഇൻവെൻഷനിലൂടെ ഒരു ന്യൂ റീഡിംഗ് കൾച്ചർ തന്നെ ക്രിയേറ്റഡ് ആയി. പിന്നെയോ ന്യൂ റെവല്യൂഷണറി ചേഞ്ചസ് ഉണ്ടായി നോളജിൻ്റെ കാര്യത്തിൽ. Gradually, the technology spread to other continents. This is how the Renaissance influenced in the field of science. ഈ അച്ചടി യന്ത്രം പിന്നീട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റിനേസൻസ് സയൻസിൻ്റെ ഫീൽഡിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. ദ റീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും പുതിയതാക്കുക അല്ലേ. ദ റിനേസൻസ് ഹാഡ് എ സേ ഇൻ ദ റിലീജിയസ് സ്ഫിയർ ഓൾസോ. മതപരമായിട്ടുള്ള കാര്യത്തിലും റിനേസൻസിന് ഒരു പങ്കുണ്ടായിരുന്നു. ദ റിഫൈൻമെന്റ് അണ്ടർവെന്റ് ബൈ ദ യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റി ഇൻ ദ 16th century ഈസ് നോൺ ആസ് ദ റീഫോർമേഷൻ. അപ്പോൾ മതപരമായിട്ടുള്ള കാര്യത്തിൽ ചേഞ്ച് വരുത്തി, അതായത് ഒരു മാറ്റമുണ്ടായി. യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിലായിരുന്നു ഇത്, 16th centuryയിലാണ്. അപ്പോൾ ഇതിനെയാണ് റീഫോർമേഷൻ എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂതർ ലെഡ് ദിസ് മൂവ്മെന്റ് വിച്ച് ബിഗാൻ ഇൻ ജർമ്മനി. ഇപ്പോൾ ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്തത് മാർട്ടിൻ ലൂതർ ആണ് ലീഡ് ചെയ്തത്. ഇൻ സെർച്ച് ഓഫ് സീ റൂട്ട്സ്, സമുദ്രമാർഗങ്ങളുടെ അന്വേഷണം. We have seen that the Turks had conquered Constantinople. This dismantled the trade relation between Europe and Asia. അതായത് നമ്മൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചർ എന്തായിരുന്നു? ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിനെ തുർക്കികൾ കീഴടക്കിയപ്പോൾ ഈ ഒരു ഗേറ്റ് വേ ആണ് തകർന്നത്. It necessitated the European traders to discover new sea routes to Asia. അപ്പോൾ ഏഷ്യയിലേക്കുള്ള പുതിയ കടൽ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടത് ഒരു അത്യാവശ്യമായി മാറി. The invention of the compass and the spirit of adventure uncovered unknown routes, oceans and continents. കോമ്പസിൻ്റെ കണ്ടുപിടുത്തം, വടക്കുനോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തവും അതുപോലെ ന്യൂ അഡ്വഞ്ചർ ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള സഞ്ചാരങ്ങളും പുതിയ റൂട്ട്സ്, ഇതുവരെ അറിയാത്ത റൂട്ട്സ്, ഓഷൻസ്, കടലിലൂടെയുള്ള മാർഗങ്ങൾ, അതുപോലെ വൻകരകളിലൂടെയുള്ള വഴികളെല്ലാം അൺകവർ ചെയ്തു, കണ്ടുപിടിച്ചു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം. The Renaissance in the field of science led to the invention of new machines which brought about immense changes in the field of production. അപ്പോൾ റിനേസൻസ് സയൻസിൻ്റെ ഫീൽഡിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നായിരുന്നു ന്യൂ മെഷീൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ന്യൂ മെഷീൻസ് കണ്ടുപിടിച്ചപ്പോൾ അത് പ്രൊഡക്ഷൻ്റെ ഫീൽഡിൽ, അതായത് ഉൽപ്പാദനത്തിൻ്റെ ഫീൽഡിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു. അതെന്താണെന്ന് നോക്കാം. Consequently, production increased while the cost of production decreased. അതായത് എല്ലാ സ്ഥലങ്ങളിലും ഈ മെഷീൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രൊഡക്ഷൻ കൂടും അല്ലേ. അതായത് മെഷീൻസിലായതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് കുറേയധികം പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കാനാവും. അതോടൊപ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്, ഉൽപാദന ചെലവ്, ഈ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ചെലവ് കുറയുകയും ചെയ്തു. സച്ച് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്രൊഡക്ഷൻ അൺഷേർഡ് ഇൻ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആൻഡ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് റവല്യൂഷനൈസ്ഡ് പ്രൊഡക്ഷൻ ആൻഡ് ട്രേഡ്. അപ്പോൾ ഇത് ഇംഗ്ലണ്ടിലാണ് തുടങ്ങിയത്, എന്നിട്ട് പ്രൊഡക്ഷനെയും ട്രേഡിനെയും അത് റവല്യൂഷനൈസ്ഡ് ആക്കി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതായത് വ്യവസായ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ ആണ് കണ്ടുപിടിച്ചത്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ്. സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ട്. ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻസൺ.
How did the scientific inventions influence the system of production? Discuss. അതായത് സയൻറ്റിഫിക് ഇൻവെൻഷൻസ് എങ്ങനെയാണ് പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് ഇൻഫ്ലുവൻസ് ചെയ്തത്, ഉൽപ്പാദനത്തിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് സ്വാധീനിച്ചത്, എങ്ങനെയായിരുന്നു? The Renaissance in the field of science led to the invention of new machines which brought about immense changes in the field of production. അല്ലേ? അതായത് പുതിയ മെഷീൻസ് കണ്ടുപിടിച്ചു, അത് പ്രൊഡക്ഷൻ്റെ ഫീൽഡിൽ വലിയൊരു ചേഞ്ച് തന്നെ വരുത്തി. എന്തായിരുന്നു ആ ചേഞ്ച്? കോൺസിക്വൻ്റ്ലി പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് വൈൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ്ഡ്. അതായത് ഉൽപാദനം ഇൻക്രീസ് ചെയ്തു, അതോടൊപ്പം ഉൽപാദന ചെലവ് കുറയുകയും ചെയ്തു. ഇതൊരു വലിയ ചേഞ്ച് തന്നെയാണ് അല്ലേ? സോ ഡിയർ സ്റ്റുഡൻസ്, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ലെറ്റസ് അസസ് നമുക്ക് നോക്കാം. സോ ഇതുവരേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ദാറ്റ് വിൽ മോട്ടിവേറ്റ് മീ. സോ see you next video. Thank you so much.